നിൽക്ക്. ഞാനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ട്. അത് സത്യമാണോ എന്നറിയണം. KK നായരുടെ പ്ലാന്റിന് MLAയുടെ അനുമതി സർട്ടിഫിക്കറ്റ് കൊടുത്തോ? ചോദിച്ചത് കേട്ടില്ലേ? ഓരോ സ്ഥാനത്തിരിക്കുമ്പോ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടിവരും. ദേവിക ക്ഷീണിച്ചു വരികയല്ലേ, ഒന്ന് ഫ്രഷ് ആവട്ടെ. പ്രഭ, താൻ ഇതിൽ ഇടപെടരുത്. ദേവിക, ചോദിച്ചത് കേട്ടില്ലേ? KK നായരുടെ പ്ലാനിന് നീ അപ്രൂവൽ കൊടുത്തോ? അച്ഛാ, ചില പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു. ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നോ? നീ എന്നെ മണ്ടനാക്കാണോ? അച്ഛാ, അയ്യോ, മിണ്ടരുത് നീ. KK നായർക്ക് വേണ്ടി നീയും മിനിസ്റ്റർ രാധാകൃഷ്ണൻ ത്യാഗരാജനും ഒക്കെ ചേർന്ന് എന്നെ ഒരു കോമാളിയാക്കി. പ്ലാന്റിന് പെർമിഷൻ കൊടുക്കാൻ നിങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ചിരുന്നു അല്ലേ? അയ്യോ, ഇല്ല അച്ഛാ. ഞാൻ ഇടയിൽ നിന്ന് വലിയ ആദർശങ്ങൾ സംസാരിച്ചു. അപ്പോ നിങ്ങളൊക്കെ ഉള്ളിൽ ചിരിക്കായിരുന്നു അല്ലേ? KK നായരോട് ഞാൻ പറഞ്ഞത് ദേവിക ആദർശം എന്നെ കണ്ടു പഠിച്ചല്ല, താനെ കിട്ടിയതാണെന്ന. അയാളും രാധാകൃഷ്ണനൊക്കെ എന്നെ കളിയാക്കി എന്തുമാത്രം കഥകൾ ഉണ്ടാക്കിയിരിക്കുമ്പോ. സിദ്ധു, മതി. മാറിക്കോട്ടെ. സർ, പവിത്രമായ ഭരണഘടനയിൽ തൊട്ട് നീ സത്യപ്രതിജ്ഞ ചെയ്തു. ജാതിയോ മതമോ സ്വജനപക്ഷപാതമോ ഒന്നും നടത്തില്ലെന്ന്. എന്നിട്ടിപ്പോ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നേർക്ക് നീ കാർക്കിച്ച് തുപ്പുമായിരുന്നു. സർ, ഇത് ദേവിക സ്വയപ്പെട്ടതല്ല. ആരോ ദേവികയെ കൊണ്ടത് ചെയ്യിപ്പിച്ചതാണ്. എന്ന് വെച്ചാ തോക്ക് ചൂണ്ടി ഒപ്പിടിപ്പിച്ചെന്നാണോ? അങ്ങനെയാണെങ്കിൽ പരാതി കൊടുക്കണം. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും പറഞ്ഞ ഒപ്പിട്ട് കൊടുക്കാൻ ഇവിടെ ആരാ? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോ? ദേവിക, എന്താ നടന്നത്? ആരെങ്കിലും ഭീഷണിപ്പെടുത്തി അനുവാദം നേടിയെടുത്തതാണോ? എന്താണെന്ന് പറ. ഇപ്പൊ തന്നെ DGPക്ക് റിപ്പോർട്ട് ചെയ്യാം. അതൊന്നും വേണ്ട അച്ഛാ. കണ്ടില്ലേ, അറിഞ്ഞുകൊണ്ട് തന്നെയാ എല്ലാം സംഭവിച്ചിരിക്കുന്നത്. നിന്നെക്കുറിച്ചുള്ള സകല പ്രതീക്ഷകളും ഇപ്പോ ഇവിടെ അവസാനിച്ചു. അച്ഛാ, നീ അഴിമതിക്കാരാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ അഴിമതിക്കാരുടെ ഇടയിൽ നീ പെട്ടുപോയിരിക്കുന്നു. ഒന്ന് നിർത്ത്. എന്തായാലും ശരി, നന്ദന്റെ ഭാര്യയല്ലേ ഇവള്?
നമ്മുടെ മോള്. ആക്ഷേപിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. അത് ശരി, ഇപ്പൊ വാദി പ്രതിയായോ? ആരെ ആക്ഷേപിച്ചെന്ന്? ഛേ, അച്ഛ, എന്നോട് ക്ഷമിക്കണം. ആരൊക്കെയാ ക്ഷമിക്കാനോ? നിന്നെ ഞാനൊന്നും സിദ്ധു, രാഷ്ട്രീയമൊക്കെ വീടിന് പുറത്ത് മതി. പരിധി വിട്ട സിദ്ധു ഇപ്പൊ പ്രവർത്തിക്കുന്നത്. നീ എല്ലാവരും ചതിച്ചു കളഞ്ഞല്ലോ ദേവികെ. ഗിരീഷേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും ശരി, മനസ്സറിഞ്ഞല്ല ദേവിക ഇതിൽ ഒപ്പിട്ടെന്ന് വ്യക്തമാണ്. ഞാൻ പറയാൻ ഉദ്ദേശമൊക്കെ തന്നെയാ ഏതാണ്ടൊക്കെ സാറും പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ആരാ ദേവികയെ സ്വാധീനിച്ചത്? ദേവിക, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ദേവിക അനുവാദം കൊടുത്ത പ്ലാന്റ് വിളപ്പിങ്കോട് ആരംഭിക്കാൻ പോകുന്നില്ല. പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ അതിനെ എതിർക്കും. പ്ലാന്റിന് മാത്രമല്ല, അനുവാദം കൊടുത്തവർക്കെതിരെയും ഞങ്ങൾ സമരം ചെയ്യും. എല്ലാം കരുതി തന്നെയായിരിക്കും അനുവാദം കൊടുത്തതെന്നറിയാം. എന്തായാലും കരുതിയിരുന്നോ? തൃപ്തിയായല്ലോ. എന്നെ അഴിമതിക്കാരിയാക്കിയപ്പോ സമാധാനായില്ലേ? നന്ദ, നിന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സത്യത്തില് ഞാൻ ചെയ്തത് തെറ്റ്. നിന്റെ വൈഫിന്റെ ആദർശം, ദേവിക ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച മൂല്യങ്ങൾ ഒക്കെ ഞാനങ്ങ് മറന്നുപോയി. പക്ഷെ എന്റെ അവസ്ഥ നിനക്കറിയാലോ. പാവം. അത് വിട്ടേക്ക്. സത്യത്തില് ഞാനും കെവിനും ബെല്ലയോടെ നന്ദി പറയേണ്ടത്. ബെല്ല ഉള്ളതുകൊണ്ടാ ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ജയിലില്ല. നന്ദിയുണ്ട് ബെല്ല. നന്ദൻ എന്നോട് നന്ദി പറയുന്നോ? എന്റെ മനസ്സിൽ നന്ദന്റെ സ്ഥാനം നന്ദൻ അറിയില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ, നന്ദന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. വേണമെങ്കിൽ ഈ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോവാനും ഞാൻ തയ്യാറാ.
ഇനിയിപ്പോ അതിനൊന്നും ആവശ്യമില്ലല്ലോ. എല്ലാം സന്തോഷമായിട്ട് കഴിഞ്ഞില്ലേ? ദേവിക നല്ല വിഷമിച്ചിട്ടായിരിക്കും അല്ലേ? തുറന്നു പറയാലോ ബെല്ല, ദേവിയേക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് ഞാനാ. തീരെ മനുഷ്യത്വമില്ലാതെയാ ഞാൻ അവളോട് പെരുമാറിയത്. വഴക്ക് പറഞ്ഞു, ആക്ഷേപിച്ചു, തല്ലാൻ കൈയോങ്ങി. ഒരു ഭ്രാന്തനെ പോലായിരുന്നു ഞാൻ. എല്ലാം ഇട്ടെറിഞ്ഞ് എന്നെ മാത്രം വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്ന പെണ്ണാണ് അവളെന്നും അവൾ ഇതുവരെ അവൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല എന്നും ഞാൻ ആലോചിച്ചില്ല. എന്നോടൊപ്പം അവൾക്കെതിരെ എന്റെ അമ്മയും കൂടി ചേർന്നപ്പോ അവള് ആകെ തകർന്നുപോയി. പാവം ദേവി. നന്ദ, ഏത് ഭാര്യയാണെങ്കിലും അങ്ങനെയൊക്കെ ആവും. ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് കൂടെ വന്ന് ഏത് പെണ്ണും സഹിക്കും. സഹിക്കണം. വല്ല വീട്ടമെന്ന നിലയിലും MLA എന്ന നിലയിലും 100% സത്യസന്ധയായിരുന്നു അവള്. പക്ഷെ ഞാനായിട്ട് അവളെ കൊണ്ട് തെറ്റിയേൽപ്പിച്ചു. ഭാവിയില് ഇനി അവള് വലിയ അഴിമതിക്കാരിയാവുകയാണെങ്കിൽ അതിനും ഒരേ ഒരു ഉത്തരവാദിയുള്ളൂ, അത് ഞാനാ. അവക്ക് വഴികാട്ടി കൊടുക്കേണ്ട ആളാ ഞാൻ. പക്ഷെ ഞാൻ കാരണം അവളുടെ രാഷ്ട്രീയം വഴിതെറ്റാൻ പോവാ. നീ അങ്ങനെ ചിന്തിച്ച് കാട് കയറിയൊന്നും വേണ്ട. അവള് തെറ്റല്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ ശരിയാ ചെയ്തത്. തൂക്കുമരത്തിൽ നിന്ന് സ്വന്തം ഭർത്താവിനെ രക്ഷിച്ചില്ലേ? അല്ല കെവിൻ, നന്ദൻ പറഞ്ഞത് കുറച്ച് ശരിയാ. ദേവിക വഴിമാറി പോകുന്നെങ്കിൽ അതിന് കാരണം നമ്മളാ. ഏയ് അല്ല, ബെല്ലയും കെവിനൊന്നും ഇതിൽ ഉത്തരവാദികളല്ല. നിങ്ങൾ രണ്ടാളും എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ആ സഹായത്തിന് പകരമായിട്ട് പ്രതിഫലം പോലെ ഇങ്ങോട്ടും കൈപ്പറ്റിയില്ലേ? ആ പ്ലാന്റിന്റെ സർട്ടിഫിക്കറ്റ്. അപ്പൊ അതെങ്ങനെ സഹായമാവും? അല്ല, അതിപ്പോ ഒന്നും മനഃപൂർവ്വമായിട്ട് ചോദിച്ചതല്ലല്ലോ. സാഹചര്യം അങ്ങനെ കൊണ്ടെത്തിച്ചല്ലേ. ദാ മതി മതി, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മറിക്കണ്ട. എടാ, തള്ളി മറിക്കുന്നൊന്നും അല്ല, കാര്യങ്ങൾ പറഞ്ഞതാ. എന്തായാലും ഇനി അങ്ങോട്ട് നമ്മൾ ഒരുമിച്ച. ഇതൊരു തുടക്കം മാത്രമാ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിന് നമ്മൾ ഒറ്റ ടീമായിട്ട് നിൽക്കണം. എന്താ നന്ദൻ? അതെ, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ സഹായത്തെക്കുറിച്ചല്ല, ഇനി അങ്ങോട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ ഒരുമിച്ച് വേണം. എന്താ നന്ദൻ, നമ്മളിനി ഒരുമിച്ചല്ലേ? എടാ കെവി, നീ എന്ത് പറയുന്നു? Done. അടിപൊളി. എന്തൊക്കെയായിരുന്നു വിശേഷണങ്ങൾ? പരിസ്ഥിതിവാദി, ഭൂമിയുടെ കാവൽക്കാരി, ഓസോൺ പാളിയുടെ രക്ഷക, പിന്നെ അന്തരീക്ഷ മലിനീകരണ വിമുക്ത, ജൈവദേവത, മലപ്പുറം കത്തി, അമ്പും വില്ലും. അവസാനം ഇതാ പരിസ്ഥിതി സംരക്ഷകർ നീട്ടിപ്പിടിച്ചങ്ങ് ഒപ്പിട്ടിരിക്കുന്നു. KK നായരുടെ പ്ലാന്റ് ത്രൂ ആയി കഴിഞ്ഞു.
നീ എന്തൊക്കെ പറഞ്ഞാലും ദേവിക മനസ്സറിഞ്ഞൊരിക്കലും ഇങ്ങനൊരു പ്ലാന്റിന് ഒപ്പിടില്ല. ഇടയിൽ എന്തോ നടന്നിട്ടുണ്ട്. ആ അതെ, നടന്നു. അതാണ് ഞാനും പറഞ്ഞത്. പണം വന്നങ്ങ് മറിഞ്ഞു. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങളും അല്ല, കോടികൾ. അങ്ങനെ പണത്തിന്റെ തിളക്കത്തിൽ കണ്ണ് മഞ്ഞളിക്കുന്നവളൊന്നും അല്ല ദേവിക. ചേച്ചി ഇത് ആരോടാ പറയുന്നത്? പണം കണ്ടാലേ പിണവും വായ തുറക്കുന്ന ഈ കൈക്കൂലി വാങ്ങിക്കുന്നതും പോലീസ് സ്റ്റേഷനിൽ കയറുന്നതൊക്കെ ഒരുപോലെ തന്നെയാ. ആദ്യം ഒരു ചെറിയ പേടിയൊക്കെ കാണും, പിന്നെ അതങ്ങ് ശീലമാവും, പിന്നെ അതൊരു ഹരമാവും, പിന്നെ കൈക്കൂലി കിട്ടിയില്ലെങ്കിൽ കൈ വിറയ്ക്കും. ചേച്ചി സംശയിക്കണ്ട, ചെറിയ രീതിയിൽ ദേവിക കൈക്കൂലി വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ ബമ്പർ അടിച്ചിരിക്കല്ലേ. ഒന്ന് ചുമ്മാതിരിക്കെ ത്യാഗരാജ. ദേവികയോടുള്ള നിന്റെ ദേഷ്യം നീ ഈ രീതിയിൽ കൊണ്ടുവയ്ക്കണ്ട. അവള് നല്ല ആദർശ ശുദ്ധിയുള്ള രാഷ്ട്രീയക്കാരിയാ. എന്റെ ചേച്ചി, രാഷ്ട്രീയത്തിലെ ആദർശ ശുദ്ധിക്കാരുടെ ചരിത്രം ചേച്ചിക്ക് അറിയാൻ പാടില്ല എന്നിട്ട്. ഇമേജ് ഉണ്ടെങ്കിൽ പിന്നെ എന്തു ആവാം. ചേച്ചി, ഈ MLA സ്ഥാനം എന്ന് പറയുന്നതേ ഞാണുമേലുള്ള കളി പോലെ. അടുത്ത ഇലക്ഷനിലെ അവസ്ഥ എന്താവെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ഒരു 5 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് ഒറ്റ പിടിക്കങ്ങ് പാരുക. നിർത്തടാ. തലയ്ക്ക് വെളിവില്ലാത്തവരെ ഇക്കാര്യത്തിൽ ദേവികയെ സംശയിക്കൂ. അവൾക്ക് മേൽ നല്ല സമ്മർദ്ദം വന്നു കാണും. പ്രഭയായിരിക്കും ഇടപെട്ടത്. ദേവികയെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചതും പ്രഭയായിരിക്കും. ഇത്തരക്കാർക്കുള്ള ഗുണം ഇതാ, അവരായിട്ട് ഒപ്പിട്ടാലും ശരി, ആൾക്കാരായിട്ട് മറ്റാരുടെയും തലയിൽ കൊണ്ട് കെട്ടി വെച്ചോളൂ. ചേച്ചി നോക്കിയോ, വൈകാതെ അവളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരിയായി അവൾ നാട്ടുകാരുടെ മുമ്പിൽ നിൽക്കും. ദേവിക, മീറ്റിങ്ങിന് അരമണിക്കൂറേ ഉള്ളൂ. അങ്ങോട്ട് പോണ്ടേ? അതോ ഓഫീസിലേക്കാണോ? എന്തെങ്കിലും ഒന്ന് പറ. ദേവികയെ കിട്ടാത്തോണ്ട് എന്നെ വിളിച്ചോണ്ടിരിക്കുക. ഞാൻ എന്ത് പറയണം? എന്തെങ്കിലും പറഞ്ഞു മുരളിയേട്ടാ. ദേവിക എവിടെയാ പോകുന്നെന്ന് പറ. ഹലോ. അതെ സർ. MLA ഒരു മീറ്റിംഗില്. തിരിച്ചു വിളിക്കാൻ പറയാം. ശരി. ദേവിക, എങ്ങോട്ടാ പോണ്ടത്? മുരളിയേട്ടൻ വീട്ടിൽ പൊക്കോ. ഞാൻ കുറച്ചേരം സമാധാനത്തോടെ ഇരിക്കട്ടെ, എന്നിട്ട് എങ്ങോട്ടെങ്കിലും പൊക്കോളാം. MLA അങ്ങനെ വഴി കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. ദേവിക, സംഭവിച്ചത് സംഭവിച്ചു. പ്ലാന്റിന് ഒപ്പിട്ട് കൊടുത്തു. ഇനി അതങ്ങ് മറക്ക്. ഞാനതെങ്ങനെ മറക്കും മുരളിയേട്ടാ? ബാക്കി എന്തൊക്കെ മറന്നാലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്ത അനീതി മറക്കാൻ പറ്റോ? എന്റെ മനസാക്ഷി എന്നെ അതിന് സമ്മതിക്കോ? ഉറങ്ങാൻ വിടുവോ? ഉണ്ണാൻ പറ്റുമോ? ഈ കറുത്ത പാട് എന്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോവില്ല. ദേവിക, ഒന്നും കരയാതിരിക്കെ. എനിക്കിനി കരയാനേ പറ്റൂ മുരളിയേട്ടാ. എന്നെ MLA സ്ഥാനത്ത് എത്തിച്ച ജനങ്ങളോട് ഞാൻ നീതികേട് കാണിച്ചു. എന്റെ പാർട്ടി വഞ്ചിച്ചു. നാടിനെ തന്നെ ചതിച്ചു കളഞ്ഞു. പാടില്ലായിരുന്നു. അമ്മയും നന്ദു എന്നെ എത്ര തന്നെ സമ്മർദ്ദത്തിലാക്കിയാലും മനസാക്ഷിക്ക് വിപരീതമായിട്ട് ഞാൻ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു. എല്ലാം കൈവിട്ടു പോയി. ഞാനിനി ജനങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കും? അച്ഛന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അച്ഛന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്താ മറുപടി കൊടുക്ക? ഇനി ഇതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് അർത്ഥമുണ്ടോ ദേവിക? അതങ്ങ് വിട്ടേക്ക്.